ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആന സ്റ്റോക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ അതിനാവശ്യമായിട്ടുള്ള ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചെറിയ ഞണ്ടാണ്, പിന്നെ മീഡിയം സൈസ് ആയിട്ടുള്ള 2-3 ഞണ്ടുണ്ട്, കുഞ്ഞിതല്ല ഞണ്ടുണ്ട് കേട്ടോ, എല്ലാം അവിടെ മിക്സാണ്. നമുക്കിവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനങ്ങനെ ഞണ്ടൊന്നും ക്ലീൻ ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല, പിന്നെ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആ കാലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ആ വലിയ കാല് മാത്രം നമ്മൾ എടുക്കും, ബാക്കിയുള്ളതൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ആ പുറന്തോടൊക്കെ ഒലിച്ചിട്ട് അതിനുള്ളിലുള്ള എല്ലാവർക്കും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഓക്കെ, അപ്പം നമ്മളതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്കൊന്ന് ഒലിച്ച് എടുക്കണം. നമുക്കിതാ ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചതച്ചെടുക്കണം, പിന്നെ ഉള്ളിയും നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം, പച്ചമുളകും തക്കാളിയും നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകും പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും കൂടെ അതും കൂടെ നമുക്ക് അതിനകത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതിങ്ങനെ ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ്, ഫ്ലേവറൊക്കെ അതുപോലെ ഉണ്ടാവും. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ശരിക്ക് നമുക്കതറിയാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് അതിനകത്തൊക്കെ കുറച്ച് തരി പോലെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളതും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു സവാളയും കൂടെ വേണം കേട്ടോ, അത് അരിഞ്ഞെടുക്കണം. ഞാൻ മറന്നു പോയിട്ടുണ്ടായി കാണിക്കാൻ. അപ്പോൾ ബാക്കി ഇത് 3 നമ്മളിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി വഴറ്റുക. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതാ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞിട്ടുള്ള തക്കാളിയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള വലിയ ജീരകവും കുരുമുളകും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട്
അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഡ്രൈ ആയി പോയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതിനകത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കണം. പിന്നെ നമ്മളിത് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ആ ഞണ്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങ ചേർക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള പുളിക്ക് വേണ്ടിയിട്ട് ഒരു 3 കഷ്ണം കൊടംപുളി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ചെറുതും മീഡിയം സൈസും വലുതും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഞണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് പതിയെ ഒന്ന് ഇളക്കിയെടുക്കണം. അത് മസാലയൊക്കെ നന്നായിട്ട് ഞണ്ടിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഉണ്ടോ, ഞണ്ട് വേകാനുള്ള വെള്ളം നമുക്കതിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മറ്റെല്ലാ സാധനങ്ങൾ പോലെയല്ല നമ്മൾ ഈ ബീഫോ മീനോ ഒക്കെ വേവിക്കുന്ന പോലെയല്ല, ഞണ്ട് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ എന്താ പറയുക പുറത്തേക്ക് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പതിക്കെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം എന്താ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ പാകത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ടോ നോക്കിയിട്ട് അതൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ കുറച്ചുകൂടെ തീയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേക്കും അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കുറച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഞണ്ടിലൊക്കെ നന്നായിട്ട് ആ ഗ്രേവീൻ്റെ ഇതെല്ലാം ചാറെല്ലാം പിടിച്ചിട്ട് ഉപ്പും പുളിയെല്ലാം ആ ഞണ്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഞണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മൾ പിന്നെയും ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് നന്നായിട്ട് കുറുക്കി നല്ല മസാലയും ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിതാ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കറി ഓഫ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ട് ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ചോറിനൊപ്പം ഞണ്ട് റോസ്റ്റ് മീൻ വറുത്തൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.